ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മമ്മയും മക്കളും എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പൊറാട്ട ഒക്കെ ഉണ്ടാക്കുന്നതിനു പകരം അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് അതിനേക്കാൾ സോഫ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് പൊറാട്ടയുടെ റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. ഇതിനെ പൊറാട്ട എന്നോ റൊട്ടി എന്നോ നമുക്ക് എന്തു വേണമെങ്കിലും വിളിക്കാട്ടോ. പൊറാട്ടയുടെ പോലെ അല്ല, ലെയേഴ്സ് ആണ്. എന്നാൽ റൊട്ടീനേക്കാൾ സോഫ്റ്റാണെന്ന് ഒക്കെ പറയാട്ടോ. ചോറും മുട്ടയും മാത്രം വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. സാധാരണ പൊറാട്ട ഉണ്ടാക്കിയെടുക്കുക പറയുമ്പോൾ ഒരുപാട് പണിയാണല്ലേ. അത്രയൊന്നും പണിയെടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊറാട്ടയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് ചോറ് 2 കപ്പ് മിക്സിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ. എന്നിട്ട് മുട്ട അതിൽ ഉടച്ചൊഴിക്കണം. അതിൽ അടച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ കൊണ്ടുപോയിട്ടൊന്ന് അടിക്കണം. നല്ല ഇതിൽ അടിച്ച് വരണം കേട്ടോ. അങ്ങനെ മിക്സിയിൽ പോയി അടിച്ചെടുത്തതാണിത്. മിക്സിയിൽ ഇതൊരു ബൗളിലേക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി നോക്കി യോജിപ്പിക്കുക. എന്നതിന് ശേഷം നമുക്ക് ഒരു ബൗളെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അതിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒഴിക്കുകയാണ് ഞാനിത് അതേപോലെ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുക. മൈദമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മൈദമാവ് 2 കപ്പ് മൈദമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതാണ് ഇപ്പോൾ ഇടുന്നത്. ഇനി ഞാനിതാ മൈദമാവ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് രൂപത്തിൽ വരുന്ന അധികമൊന്നും വേണ്ട, എന്നാലും കുറച്ച് ഒന്ന് ഇതാവുന്ന വരെ കുറച്ചും കൂടിയും പൊടി ഇടണം എന്ന് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി പൊടി നമുക്ക് ഇടണം. ഇതിന് ശേഷം നമുക്ക് ഒന്നും കൂടിയും കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ഇതാ കുറച്ചും കൂടി പൊടിയെടുത്ത് ഞാൻ കുഴച്ച് തന്നിട്ട് കുഴച്ച് വയ്ക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കല്ലിൻ്റെ മുകളിൽ കുറച്ച് പൊടി വിതറി കൊടുക്കുക. എന്നതിന് ശേഷം കുറച്ച് വലിയ ഉരുള, ഞാൻ എടുത്ത ഉരുള അതിൽ അത്ര എടുക്കണം കേട്ടോ. അങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. പരത്തിയെടുത്തിട്ട് നമുക്ക് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടിക്കാതെ പരത്തണം. അപ്പോൾ നമുക്ക് കുറച്ച് മൈദ അതിൻ്റെ അടിയിൽ ഇങ്ങനെ തൂവി കൊടുക്കണം കേട്ടോ. അങ്ങനെ മൈദ ഇങ്ങനെ തൂവി നമ്മൾ ഇങ്ങനെ പരത്തിയിട്ട് നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും ഇട്ട് പിന്നെ കുറച്ച് മൈദ കൂടിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ തൂവി കൊടുത്ത് നമുക്കിങ്ങനെ ശരിയാക്കിയിട്ട് തൂവി കൊടുത്തിട്ട് നമുക്ക് എന്നിട്ടൊന്ന് ഇത് നമ്മൾ ഒന്നും കൂടിയും വട്ടം വയ്പ്പിക്കും കേട്ടോ. ഒന്നും കൂടെ വട്ടം വയ്ക്കാൻ വിചാരിച്ചിട്ട് ഒന്നും കൂടെ പരത്തി വെക്കുക കേട്ടോ. അങ്ങനെ ഒന്നും കൂടെ പരത്തി വയ്ക്കുന്നതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് കുറച്ച് മൈദ പരട്ടണം. അപ്പോൾ അതൊന്ന് മറിച്ചിടാം കേട്ടോ. ഞാൻ അങ്ങനെ മറിച്ചിടാം. എന്നിട്ടിങ്ങനെ ഇതങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക കേട്ടോ. ചുരുട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവന്നിട്ട് നമുക്കതൊന്ന് കത്തി എടുത്തിട്ട് ഇനി നമുക്കൊന്ന് 3 കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. 3 കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. 3 കഷ്ണമായിട്ട് മുറിച്ചെടുത്തു. ഇനി അതെടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ ആക്കിയിട്ട് പരത്തിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. പരത്തിയിട്ട് ഇതേപോലെ ഇങ്ങനെ അതേപോലെ ചട്ടിയിലിട്ടിട്ട് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വെന്ത് വന്ന് നോക്കണം കേട്ടോ. നമ്മുടെ
അപ്പോൾ ഗൈസ് നമ്മുടെ പൊറോട്ട ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിക്കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.